മൈ വെന്യൂ. അപ്പോൾ ഇന്നും കുറച്ച് എന്താ പറയുക കോട്ടൺ കുർത്തീസിന്റെ ഓഫറാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചിലത് സ്റ്റാർട്ട് ചെയ്യുന്നത് 750 ആണ്. 750 എന്ന് പറയുമ്പോൾ അതിൽ സ്പെഷ്യലി ഞാൻ കാണിച്ചു തരാം. എല്ലാം അല്ല, ഒരു പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ടോപ്പാണ് 750 സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി ഒരു 1350 റേഞ്ചിലേക്ക് വരും. ഞാനിപ്പം ഈ വേറെ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതും ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ ചെയ്തേക്കുന്നതാണ്. വിത്ത് ലൈനിങ് ചെയ്തേക്കുന്ന വി കോളറിലോട്ട് വിത്ത് ലൈനിങ് 1350 ആണ്. അത് ഇന്നത്തേക്ക് മാത്രമാണ്. അത് കുറച്ച് മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഓരോന്ന് ഞാൻ കാണിച്ചു തുടങ്ങാം. 750 ഞാൻ അതിൻ്റെ ഇടയിൽ പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ വേർതിരിക്കുന്ന ഒരു സെമി സിൽക്ക് ലൈക്ക് അടിപൊളി കളറാണ് കേട്ടോ. ഫാബ്രിക്കും നല്ല ഫാബ്രിക്കാണ്, വാഷബിളൊക്കെ ആയിട്ട് നല്ല ഭയങ്കര സ്റ്റാൻഡേർഡ് തോന്നും നമുക്ക്. ഇതിന്റെ തന്നെ നമ്മൾ പലാസോ ചെയ്തായിരുന്നു, ടോപ്പും ബോട്ടവും കൂടെ. ഇപ്പൊ നമ്മൾ ടോപ്പ് ഓൺലിയാണ്. ഇതേപോലെ വി കോളറിലോട്ട് നല്ലൊരു മസ്റ്റർഡ് യെല്ലോ കളറിൽ ഇതിനകത്തോട്ട് കണ്ടോ ആ ഒരു ചെറിയൊരു ഫാബ്രിക് ഒരു ഇത് വന്നേക്കുന്ന കണ്ടോ. ഇതുപോലെ നമ്മുടെ എ ലൈൻ ആണ് കേട്ടോ. ഇത് എ ലൈൻ വിത്ത് ഇതുപോലെ നല്ലൊരു ബോക്സ് പ്ലീറ്റ് ഒക്കെ വെച്ചിട്ട് നല്ല നല്ല പാറ്റേൺ. നമുക്ക് സമ്മറൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇനിയും കോട്ടൺ ആണ് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നല്ല താഴോട്ട് നല്ല പ്രിന്റ് വരുന്ന ഈ ഒരു പാറ്റേൺ എ ലൈൻ വിത്ത് ബാക്ക് സൈഡിലോട്ടും ഈ ഒരു പ്രിന്റ് തന്നെ ഇതിന്റെ വരുന്നുണ്ട്. വശം കാണിച്ചായിരുന്നു. ഇത് ഈ സിക്സാഗ് ബാത്തിക് പ്രിന്റ് വരുന്ന നല്ല സ്റ്റാൻഡേർഡ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഈ സിക്സാഗിന്റെ മെറ്റീരിയൽ ഇതാണ് വരുന്ന പ്രിന്റ്. ഇത് ഒരു അങ്കരക്ക സ്റ്റൈലിലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രിന്റിലോട്ട് അത് കാണാത്തതാണ്. ഇതുപോലെ എന്നിട്ട് ചെറിയ സോഫ്റ്റ് ബോൾസും വെച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ. ഇതുപോലെയാണ് അങ്കരക്ക. ഇത് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ കണ്ടോ. ഇതും നമ്മൾ ശരിക്കും നമ്മൾ ഒരു ലിനന്റെ ഫാബ്രിക് ഇടുന്ന ഒരു ഫീലാണ് ഇതിനകത്ത്. അത്രയും ബ്യൂട്ടിഫുൾ ആണിത്. വി കോളറിലോട്ടാണ് പിന്നെ ഞാൻ 750 എന്ന് പറഞ്ഞത്. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടായിരുന്നു. ഇത് കുറച്ച് ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ക്ലോത്ത് ബട്ടൺ ഒക്കെ വെച്ചിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് അമരക്ക സ്റ്റൈലിലോട്ട് എൻഡിൽ കട്ടിങ് കൊടുത്തിട്ട് ക്ലോത്ത് ബട്ടൺ വി നെക്ക് ഇതിന്റെ തന്നെ ഇത് റൗണ്ട് നെക്ക് ബോട്ട് നെക്ക് വെച്ചിട്ട് ചെറിയ ഒരു റെഡ് മെറൂൺ കളർ ക്ലോത്ത് ബട്ടൺ ആണ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ സ്ലിറ്റ് വെച്ചിട്ട് എൻഡിലോട്ട് കട്ടിങ് ഉണ്ട്. 750 ആണ്. നേരത്തെ കാണിച്ച ബ്ലൂടെ പോലെ തന്നെ ഇതും അങ്കരക്ക സ്റ്റൈലിലോട്ട് സ്ട്രെയിറ്റ് വി ആയിട്ട് നല്ല ഭയങ്കര ഭംഗിയായിട്ട് ഈ കളറും കാര്യമൊക്കെ നല്ല രസമാണ്. ഇതുപോലെ ഉണ്ട്. എൻഡിൽ കട്ടിങ് വെച്ചിട്ട് ഇത് അങ്കരക്ക പാറ്റേണിൽ സ്ട്രെയിറ്റ് വി ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റ് ഉള്ള പാറ്റേണിലൊക്കെ ചെയ്തേക്കുന്നത്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വി വെച്ചിട്ട് ഇതേപോലെ നല്ല ഫാബ്രിക്. ഇതും നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം നല്ല ഫാബ്രിക്കാണ്. സ്ട്രെയിറ്റ് വി വെച്ചിട്ട് ഇതേപോലെ ഇത് ഞാൻ വേറെ ഇത് കാണിച്ചു തരാൻ വേണമെങ്കിൽ ഇതുപോലെ ഉണ്ട് ഈ ഒരു പാറ്റേൺ. ഇത് ചെറിയ പ്രിന്റ് വന്നിട്ട് നമ്മൾ കോളർ വന്നിട്ട് ഇതേപോലെ ഉണ്ട്. ഇതിന്റെ വേറെ ഇതൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നല്ല ഇത് പുതിയ ചെയ്തിരിക്കുന്ന ഒരു പീസാണ് ഇപ്പോൾ ലേറ്റസ്റ്റ്. ഇതേപോലെ ഇതിന്റെ പ്രിന്റിന്റെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഇതുപോലെ കണ്ടോ. ഈ ഒരു ലുക്കായിരിക്കും ഇതിന് വരുന്നത്. ഈ ഒരു ഇതുപോലെ എ ലൈൻ പാറ്റേൺ. അതിന്റെ തന്നെ നമ്മൾ ബ്ലൂം ചെയ്തിട്ടുണ്ട്. സെയിം തന്നെ എ ലൈൻ വേണ്ടവർക്കാണ് ഇതിപ്പം എ ലൈന്. ഇതുപോലെ കോളർ ക്ലോസ് നെക്കായിട്ട് ഇതേപോലെ ചെറിയ ബാത്തിക് പ്രിന്റ് വന്നിട്ട് ഇതേപോലെ കണ്ടോ. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ട്. എ ലൈൻ തന്നെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക്. നമുക്ക് വൈഡ് ആയിട്ടോ അങ്ങനെ ഒന്നുമില്ല. നെക്ക് നല്ല ക്ലോസ് ആയിട്ട് ഒരു ഫ്രോക്ക് പോലെ തന്നെ വെയർ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ഈ സമ്മറിലൊക്കെ ഇനി അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വിതൗട്ട് ലൈനിങ് 48 ലെങ്ത്. ഈ ഒരു പടി വെച്ച് അതുപോലെ തന്നെ ചെറിയൊരു പ്ലീറ്റ്സ് ഒക്കെ പ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. കോട്ടൺ വിതൗട്ട് ലൈനിങ് ആണെങ്കിൽ നമ്മൾ അതേ ഫിനിഷിംഗിലാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിന്റെ പ്രിന്റ് സ്ലീവിന്റെ എൻഡിലോട്ട് ചെറിയൊരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ഷർട്ട് കോളർ സിമ്പിൾ ആയിട്ട് ഷർട്ട് കോളർ പാറ്റേണിലോട്ട് എൻഡിലോട്ട് ഇതേപോലെ പ്രിന്റ് വന്നിട്ട് ഈ ഒരു പാറ്റേൺ കഴിഞ്ഞ ദിവസം നമ്മൾ വി നെക്കിലോട്ടാണ് ചെയ്ത്. ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ടാവും. വീഡിയോയിലാണ് കണ്ടോ. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഒരു ഫാബ്രിക് ആണ്. ഒരു സെമി സിൽക്ക് പോലത്തെ വരുന്ന ഇതും ഇതുപോലെ ഉണ്ട്. ഈ ഒരു പാറ്റേൺ റൗണ്ട് നെക്ക്. ഇത് എ ലൈൻ ആണ് അതിന്റെ വരുന്നത്. നേരത്തെ കാണിച്ചത് സ്ലിറ്റ് ആണ്. ഇത് എ ലൈൻ. ഇത് യൂസ് ചെയ്യാത്തവർ എന്തായാലും നോക്കുക, ട്രൈ ചെയ്യുക. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ മെറ്റീരിയൽ തന്നെ നല്ല കോസ്റ്റ് വരുന്നതാണ്. ഇത് പ്രിന്റ് അല്ല ഇതിനകത്ത് വരുന്നത് കണ്ടോ. ഇത് പ്രിന്റ് അല്ല. നമ്മൾ ഇത് വിത്ത് ലൈനിങ് റെഡി ടു ഡിസ്പാച്ച് ആയിട്ടുള്ളതാണ്. ഇതുപോലെ ഇത് ഒരു പ്രിന്റ് ഈ ഒരു പ്രിന്റ് വരും. സെക്കൻഡ് പ്രിന്റ് വന്നിട്ട് ഇതേപോലെ. ഓക്കെ, ഇതൊക്കെ 999 ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിത്ത് ലൈനിങ് വരുമ്പോൾ മാത്രം നമുക്ക് 1250 വരും ഈ ഒരു പ്രിന്റ്. അപ്പം ഇതിന്റെ ഇതുപോലെ ബാത്തിക്കിന്റെ ഈ ഒരു പ്രിന്റ് വിത്തൗട്ട് ലൈനിങ് ആണ്. ഇതുപോലെ ഇതേപോലെ കണ്ടോ. എന്ത് ഭംഗിയാണെന്നറിയാം. ഇതെല്ലാം അങ്കരക്ക പാറ്റേണിൽ ചെയ്തിട്ട് ഇതുപോലെ കട്ടിങ് വെച്ച് സോഫ്റ്റ് ബോൾസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ സൈഡിലോട്ട് സോഫ്റ്റ് ബോൾസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഫാബ്രിക് വരുന്നത്. ഇതുപോലെ ഈ ഒരു പാറ്റേണിലോട്ട് അങ്കരക്ക തന്നെ സൈഡിലോട്ട് കട്ടിങ് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ബാത്തിക് പ്രിന്റ് വന്നിട്ട് ഈ ഒരു വി നെക്കാണ്. ഇതേപോലെ കണ്ടോ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു പാറ്റേൺ ചെയ്യാം.
വിത്തൗട്ട് ലൈനിങ് 999 ഓൺലി ആണ് കേട്ടോ. ഇതുപോലെ ഇത് വിത്ത് ലൈനിങ് ആണ് വന്നേക്കുന്നത്. റെഡി ടു ഡെസ്പാച്ച് ഉണ്ട്. ഈ ഒരു പ്രിന്റ് അങ്കരക്ക വിത്ത് സോഫ്റ്റ് ബോൾസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതാണ് അതിന്റെ പ്രിന്റ്. ക്ലോസ് ആയിട്ട് ബ്ലൂലോട്ട് വരുന്ന വിത്ത് ലൈനിങ് ചെയ്തേക്കുന്നത്. ഇതാ ഈ ഒരു പ്രിന്റ് ചെറുത് ഇതുപോലെ അങ്കരക്ക സ്റ്റൈലില് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഓക്കെ. അപ്പം ഇത്രയാണ്. ഇതിൽ നമുക്ക് റെഡി ടു ഡെസ്പാച്ച് പീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.